ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയാണ് വിശേഷം? സുഖമല്ല എല്ലാവർക്കും. ഞാനിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് കുസ്ക റൈസ്, കുസ്ക ബിരിയാണി. അതായത് നമ്മൾ ചിക്കനും മട്ടണൊന്നും ഇടാണ്ട് വെറും പ്ലെയിൻ റൈസ്, ബിരിയാണി റൈസ്. അത് വന്നിട്ട് എന്താ പറയുക, വെജിറ്റേറിയൻകാർക്കും നോൺ വെജിറ്റേറിയൻകാർക്കും ആർക്കും കഴിക്കാം. നല്ല ടേസ്റ്റാണ്, നല്ല ഫ്ലേവറാണ്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ കഴിക്കുന്നവരാണെങ്കിൽ ചിക്കനും കൂട്ടി കഴിക്കാം. ഇല്ല വെജിറ്റേറിയൻകാരാണെങ്കിൽ റൈത്തയോ തൈര് പച്ചടിയോ പപ്പടം പിന്നെന്താ പറയുക അച്ചാർ അങ്ങനെ വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതും അതിനാവശ്യമുള്ള സാധനം എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ ഇവിടെ പറയാം. എണ്ണ, ആവശ്യത്തിനുള്ള എണ്ണ, നെയ്യ്, പിന്നെ ഇത് തേങ്ങാപ്പാലാണ്. അപ്പോൾ ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ 2 ഗ്ലാസ് വെള്ളം വേണം. അതിന് 1 ഗ്ലാസ് തേങ്ങാപ്പാൽ, 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. പിന്നെ ഗരം മസാലപ്പൊടി, പിന്നെ വന്നിട്ട് മുളക് പൊടി, ഇത് പച്ചമുളക്, നാരങ്ങ ചെറിയ കഷ്ണം അത് പിഴിഞ്ഞെടുക്കണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര് ആവശ്യത്തിനുള്ളത്, പിന്നെ ഇതിലാവശ്യമുള്ള മസാല പട്ട, ഗ്രാമ്പു, ഏലക്ക, ബിരിയാണി ലീഫ്, പിന്നെ വന്നിട്ട് പുതിനയില, പിന്നെ തക്കാളി ഒരു 4 തക്കാളി കട്ട് ചെയ്തതാണ്. ഇത് വന്നിട്ട് സബോള ഒരു 4 അത് എന്താ പറയുക നീളത്തിൽ കനം കുറച്ച് അരിഞ്ഞത്, പിന്നെ മല്ലിയില. പിന്നെ ഇത് ഞാൻ അരി ഞാൻ ഓൾറെഡി വെള്ളത്തിലിട്ട് കുതിർത്തിരുന്നതാണ്, അരമണിക്കൂറെ വെള്ളത്തിലിട്ട് വെച്ചിട്ട്. അപ്പോൾ ജീരക സംഭവ റൈസ് ആണെങ്കിൽ നിങ്ങൾ അത് ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ബിരിയാണി റൈസ് ആണെങ്കിൽ അത് ഉപയോഗിക്കാം. അപ്പോൾ ജീരക സംഭവ റൈസ് ആണെങ്കിൽ നല്ല ഫ്ലേവർ, നല്ല മണമൊക്കെ കിട്ടും. അപ്പോൾ അത് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ബിരിയാണി റൈസ് ആണെങ്കിലും ഓക്കെ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് ഈ തക്കാളി ഇതൊക്കെ ഒരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് എളുപ്പം പണി തീർക്കാം. തക്കാളി, മല്ലിയില, പിന്നെ പുതിനയില, മുളക് പൊടി, പച്ചമുളക് ഒരു 5 എണ്ണം, പിന്നെ വന്നിട്ട് ഗരം മസാലപ്പൊടി ഒരു കുറച്ച് വെച്ചാൽ ബാക്കിയുള്ളത് ഇടാം. ലാസ്റ്റ് ചോറിൻ്റെ മുകളിലാണ് നമുക്ക് വിതറി കൊടുക്കാം. അത് മതി, ഇതവിടെ ഇരിക്കട്ടെ, ലാസ്റ്റ് ഉപയോഗിക്കാം. പിന്നെ വന്നിട്ട് തൈര് കുറച്ച് തൈര് ഇത്രയ്ക്കാണ് ആവശ്യം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ഇത്ര ഇട്ട് ഇത് നന്നായിട്ട് ഇതെല്ലാം ഒരുമിച്ചാക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതൊന്നും ഇനി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒന്ന് ഇതാക്കി കൊടുക്കാം, മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് ഒരുമിച്ചിടാം. ഇനി നമുക്ക് അടുപ്പ് കത്തിച്ച് പാത്രം വെച്ച് റൈസ് തയ്യാറാക്കാം, ചോറ് റെഡിയാക്കാം. ഇതിനാവശ്യമുള്ള വെള്ളം കൂടെ വേണം. ഞാൻ 3 ഗ്ലാസ് അരിയാണ് എടുത്തത്. അപ്പം ഒരു 5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. കൂടെ അത് ഒരു 1 ഗ്ലാസ് പാലുണ്ട്. അപ്പം നിങ്ങൾക്ക് 1/2 ഗ്ലാസ് ഉണ്ടെങ്കിൽ 1/2 ഗ്ലാസ് പാലെടുത്താൽ മതി. ബാക്കി 1.5 ഗ്ലാസ് വെള്ളം ചേർക്കാം. എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ സൗകര്യം. കുറച്ച് കൂടുതലെടുത്താലും ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ പാത്രം എന്താ ചൂടായിട്ടുണ്ട്, നല്ല ചൂടായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായൊക്കെ ഇട്ട് കൊടുക്കാം. ഈ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് സബോള ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് നമുക്ക് എന്താ പറയുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഈ കളർ വരണം. ഈ കളർ വന്നില്ലെങ്കിൽ ആ കുസ്കയുടെ ടേസ്റ്റ് വരില്ല കേട്ടോ. അപ്പോൾ ഈ കളർ വന്നപ്പോൾ അത് കൊണ്ട് മാറ്റിയിട്ട് അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുത്ത് ഞാൻ നന്നായിട്ട് പച്ച സ്മെല്ല് കാണും. ഇഞ്ചി വെളുത്തുള്ളി ഇടാം. ശരിക്കും ബിരിയാണി പോലെ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ എന്താ പറയുക ഇറച്ചി മീനാണെന്നൊന്നുമില്ല മാത്രം. പക്ഷേ നല്ലൊരു ചിക്കൻ്റെയും മട്ടൻ്റെ ഒക്കെ ഒരു ഫ്ലേവറുള്ള ബിരിയാണിയാണ്. പക്ഷേ ഇങ്ങനത്തെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ എന്താ പറയുക കടലെണ്ണൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. കാരണം വെളിച്ചെണ്ണ ഉപയോഗിച്ച് കഴിഞ്ഞാൽ
അതിൻ്റെ ഇത് മാറും, ടേസ്റ്റ് മാറും. അപ്പോൾ കടലെണ്ണയാണ് നല്ലത്. അപ്പോൾ കടലെണ്ണ പിന്നെ ഇതിൽ കുരുമുളക് വേണമെങ്കിൽ ഇടാം. പക്ഷേ ഇവിടെ ഞാനിപ്പോൾ കൊടുക്കാൻ പോണ ആൾക്ക് വന്നിട്ട് അവിടെ കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് കുരുമുളകൊന്നും കഴിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ഇടാത്തത്. അപ്പോൾ നന്നായിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അതിൽ മിക്സ് ആയിട്ടുണ്ട്. നല്ല മാഷ് ചെയ്തിട്ടുണ്ടത് കണ്ടോ. അതെ, ഇപ്പോൾ നമ്മൾ നേരത്തെ പാത്രത്തിലിട്ട് എല്ലാ ഐറ്റംസ് തൈര്, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, തൈര്, തക്കാളി, പുതിന, മല്ലിയില എല്ലാം അത് ഇതിലേക്കിടാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് അങ്ങോട്ട് വേകണം. തക്കാളിയൊക്കെ അങ്ങോട്ട് വെന്ത് ഉടയണം. ഉടയട്ടെ, അതുവരെ തന്നെ വെയിറ്റ് ചെയ്യുക. നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. അപ്പം നമുക്കിത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വേവിക്കാം. നന്നായിട്ട് മൂടി വെച്ച് നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ അത് പിരിഞ്ഞ് അതിലേക്ക് വരും. നല്ല ക്ലിയറായിട്ട് വന്ന് തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് വരുമ്പോൾ നമുക്ക് തുറന്നിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്ത് അരിയിട്ടിട്ട് വേവിക്കാം. മൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേകട്ടെ. എന്നിട്ട് നമുക്ക് തുറന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എന്നിട്ടിപ്പോൾ ഇതാക്കണ്ട, അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. പിന്നെ പച്ചമുളക് കട്ട് ചെയ്യേണ്ട അങ്ങനെ മുഴുവനായിട്ട് തന്നെ ഇട്ടുള്ളൂ. അപ്പോഴാണ്, അല്ലെങ്കിൽ അത് ഭയങ്കരമായിട്ട് നീട്ട് എടുക്കാനൊക്കെ അവിടെ നിന്നൊക്കെ പിറ്റി പോകും. ഞാൻ എടുത്ത് കളയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ അങ്ങനെ തന്നെ അത് ഞാൻ പറയാൻ മറന്നു. കട്ട് ചെയ്തത് അങ്ങനെ തന്നെ ഫുള്ളായിട്ട് ഇട്ടുള്ളൂ. അതാ, അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനവിടെ വെള്ളം അളന്ന് വെച്ചിട്ടുണ്ട്. ആ തൈര് പാത്രത്തിൽ അതിനടുത്ത് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇത് ഞാൻ തൈരൊക്കെ എടുത്ത പാത്രമാണ്, അതിൽ തന്നെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. വെള്ളം തിളച്ചിട്ട് നന്നായിട്ട് തിളരുന്നു. നമ്മളാ എടുത്ത് വെച്ച തേങ്ങാപ്പാലില്ലേ അതും ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ആദ്യം തേങ്ങാപ്പാൽ ഒഴിച്ചാൽ ചിലപ്പോൾ പിരി, അതിൻ്റെ പേരാണ് ഫസ്റ്റ് വെള്ളം ഒഴിച്ചത്. ഇപ്പം നമ്മൾ ഇതിനാവശ്യമുള്ള ഉപ്പൊക്കെ നോക്കണേ. ഉപ്പൊക്കെ കറക്റ്റാണ് നോക്കാം. നന്നായിട്ട് മൂടി വെച്ച് തിളപ്പിക്കുക. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാം മിക്സ് ചെയ്തിട്ട് ഉപ്പൊക്കെ ആവശ്യമായിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഉപ്പൊക്കെ ഇപ്പോൾ അടച്ച് വയ്ക്കുക. നന്നായിട്ട് തിളയ്ക്കട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. അപ്പോൾ നമുക്കിപ്പോൾ തുറന്ന് നോക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് നോക്കാം. തിളച്ചിന് അരിയിടാം. വെള്ളത്തെ നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് അരിയിട്ട് കൊടുക്കാം. അരിയിട്ട് കൊടുക്കാം. അരിയൊക്കെ ഇട്ടു. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് ചോറിനായിട്ട് വെന്ത് വയ്ക്കാം. ഫുൾ തീയിൽ വയ്ക്കട്ടാ. ഹൈ നന്നായിട്ട് ഫുള്ളായിട്ട് വയ്ക്കുക. തീ കുറയ്ക്കരുത്. അപ്പോൾ ആ ചോറ് നന്നായിട്ട് വെന്ത് അങ്ങനെ ഇതായി വരുള്ളൂ. അത് കഴിയുമ്പോൾ നമുക്ക് ദമ്മിടാം. അപ്പോൾ വന്നിട്ട് നമുക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇതാ നാരങ്ങ നീര് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ട് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ദമ്മതിന് ശേഷം ഇപ്പോൾ നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. നന്നായിട്ട് ആവിയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം ഇപ്പം എങ്ങനെയുണ്ടെന്ന്. വെള്ളമൊക്കെ എന്തളവിന് വറ്റിയിട്ട് നോക്കാം. വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട്. നമുക്ക് ദമ്മൊന്ന് അപ്പോൾ അതിനാലും ഇതാകണ്ട ചോറ് നന്നായിട്ട് വെള്ളമായി ഈ പരുവാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് നെയ്യ് ഒഴിച്ചെടുക്കാം.
നെയ്യ് ഒഴിച്ചെടുക്കാം. ഒരു 2 ടീസ്പൂൺ നെയ്യ്. പിന്നെ നമ്മൾ നേരത്തെ അവിടെ മാറ്റിയിട്ടില്ലേ ഗരം മസാലപ്പൊടി, അതും കുറച്ചിട്ട് കൊടുക്കും. ബാക്കിയുള്ളതും നേരെ അങ്ങോട്ട് തൂക്കി കൊടുക്കാം. അപ്പോൾ അതൊരു നല്ല ഫ്ലേവർ കിട്ടും. എന്നിട്ട് നമ്മൾ ദമ്മിടാം. അപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ദമ്മിടാൻ പോകണം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി മൂടിയിട്ടിട്ട് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു വെയിറ്റ് വയ്ക്കുക. അപ്പം ഞാനിവിടെ വയ്ക്കാൻ പോണത് വെള്ളമാണ്. ഞാൻ വെള്ളപ്പാത്രം നിറച്ച് വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു 10 മിനിറ്റ് ഇരിക്കട്ടത്. അതിൽ ആവിയിലിരുന്നത് വേവും. അപ്പം ദമ്മിട്ടിട്ടുണ്ട്. ദമ്മാവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം എങ്ങനെയാണ്. അപ്പോൾ ഇതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ദമ്മ് നോക്കാം. തീ ഓഫ് ചെയ്തിട്ടില്ല. നോക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇടയിലൊന്ന് എടുത്ത് തുറന്നൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുത്തര്. അല്ലെങ്കിൽ മുകളിലത്തെ ചോറ് വേവാതെ അടിയിലത്തെ ചോറ് വെന്ത പോലെയാവും. അതുകൊണ്ടാണ് അത് ഞാൻ കാണിച്ചില്ല വീഡിയോയിൽ. അപ്പോൾ അതൊന്ന് ചെയ്ത് തരും. വെറുതെ ഒന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെയും മൂടി വയ്ക്കുക. കറക്റ്റ് 10-15 മിനിറ്റോളം ഇരിക്കേണ്ടി വരും. ദമ്മടിക്കേണ്ടി വരും. ദമ്മടിച്ചാലാണ് ഇതാവുള്ളൂ. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. എങ്ങനെയായി നോക്കാം. ചോറ് നന്നായിട്ട് വെന്ത് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒരു കുഴപ്പമില്ല. നല്ലതായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വായോ, നമുക്ക് കഴിക്കാം. ഇതിൻ്റെ കൂടെ തൈര് പച്ചടി, അച്ചാർ, എന്താ പറയുക, തൈര് റൈത്ത, സർലാസ് അല്ലെങ്കിൽ കച്ചമ്പർ എന്നൊക്കെ പറയില്ലേ, അത് അച്ചാറൊക്കെ വെച്ച് കഴിക്കാം. നല്ല ടേസ്റ്റുള്ള റൈസാണ്. വേറെ കറികളൊന്നും ആവശ്യമില്ല. പപ്പടം ഉണ്ടെങ്കിൽ പപ്പടം വയ്ക്കാം. അടിപൊളിയാണ്. അപ്പം റെഡിയായി. പിന്നെ മുകളിൽ ഇത്തിരി മല്ലിയില വിതറി കൊടുക്കാം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, എന്താ പറയുക, ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ வீடியோ கண்டேன்னு ஒத்திரி தேங்க்ஸு. இதேமாதிரி தமிழ் கருகட்டி நான் சொல்கிறேன். நான் இன்றைக்கி வந்து பண்ணியிருக்குது வெஜிடேரியனாக இருக்கும், சாப்பிட முடிய மாதிரி ஒரு குஸ்கா ஐட்டம் தான் பண்ணியிருக்கேன். அது வந்துட்டு நான்வெஜ் இல்லாமல் ஃபுல்லாக வெஜிடேரியனில் தான் பண்ணியிருக்கோம். நீங்கள் ஒன்றுமே இல்லை, தக்காளி, வெங்காயம், பூண்டு, இஞ்சி பூண்டு பேஸ்ட்டு, பச்சை மிளகா, தயிர், கொத்தமல்லி, புதினா இந்த மாதிரியெல்லாம் போட்டு தான் பண்ணியிருக்கோம். அதை என்னென்னு நான் வீடியோவில் சொல்லியிருக்கோம். நீங்கள் அதை பார்த்துட்டு நீங்களும் ட்ரை பண்ணி பாருங்கள். கண்டிப்பாக உங்களுக்கு பிடிக்கும். இது கூட வந்துட்டு தயிர் பச்சடி, இல்லை ஊறுகாய், அப்பளம் என்ன வச்சு சாப்பிட்லாம். உங்களுக்கு என்ன எப்படி பிடிக்குமோ அந்த மாதிரி சாப்பிட்டு பாருங்கள். கண்டிப்பாக நீங்கள் எனக்கு வந்துட்டு சப்போர்ட் பண்ணணும். அதே மாதிரி லைக் அடிக்கணும், ஷேர் பண்ணணும், எல்லாம் கமெண்ட் பண்ணுங்கள். கமெண்ட் போடுங்க எப்படி இருக்குன்னு. நீங்கள் செஞ்சு பார்த்துட்டு ட்ரை பண்ணி பார்த்துட்டு கமெண்ட் பண்ணுங்கள். அவ்வளோதான். அப்போ எல்லாருங்களுக்கும் வீடியோ பார்த்ததுக்கு ரொம்ப ரொம்ப தேங்க்ஸ். எல்லாரும் நல்லா இருக்குங்களே, அதை கேட்க மறந்துட்டு ஃபஸ்ட்டு. சரி, அப்புறம் பார்த்துக்குங்க. வீடியோ பார்த்துட்டு எனக்கு சப்போர்ட் பண்ணுங்கள். தேங்க்யூ.